ഇനി നാളെ ദിലീപ് പറയാണ്, അരുണേ നിനക്ക് ഇപ്പം അവിടെ തരുന്നേക്കാൾ ഒരു 500 രൂപ കൂടുതൽ തരാം, എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഒന്ന് കോരണം, നീ വരുമോ? പിന്നെന്താ ദിലീപ്, ഞാൻ വരാം. നാളെ ചെന്ന് ദിലീപിനെ വേണമെങ്കിൽ അവിടെ ചെന്ന് അച്ഛാന്ന് വിളിക്കും. മനസ്സിലായില്ലേ? അതായത് ഇത് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. സാംസ്കാരിക നായകരെന്ന് പറയാൻ പറ്റില്ല, നായ്ക്കൾ ഉണ്ടാകും, കുറേ മാധ്യമ പരീക്ഷകളും ഉണ്ടാകും. ഇവരാണ് ഈ ഒരു വിഷയത്തിനെ എങ്ങനെ വളച്ചൊടിക്കണം, അതെങ്ങനെ നിരപരാധിയെ അപരാധിയാക്കണോ, അപരാധിയെ നിരപരാധിയാക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും വിധി പ്രസ്താവിക്കുന്നതും ഒക്കെ ഇവർ ഇതുപോലെയുള്ളവരാണ്. ഈ ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തിൽ കുറച്ച് ശാപങ്ങളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാപം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലും ഈ മൊട്ട അരുണും ആ റോഷിവാലും ആ മരമുറിക്കള്ളൻ ആൻഡോയുമാണ്. 8-ാം തീയതി കോടതിയിൽ വന്നു. കോടതിയിൽ വന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയണം, ദിലീപിനെ കണ്ട ഉടനെ ജഡ്ജി എണീറ്റ് നിന്ന് ഇവന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു കോടതിയിൽ, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോടതിയിൽ പ്രതി അല്ലെങ്കിൽ എത്ര വിശിഷ്ട വ്യക്തികളോ ആവട്ടെ വരുമ്പോ ജഡ്ജി എണീറ്റ് നിൽക്കൂ. നമസ്കാരം ചേട്ടാ, എനിക്ക് ഈ പറയാനുള്ളത്, നമുക്ക് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുമ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലെ വിധിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ഏതൊരു കേസിന്റെ വിധി വരുമ്പോഴും നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പരസ്യമായി ജുഡീഷ്യറിയെയും ആ ജഡ്ജിയെയും ഒക്കെ വിമർശിക്കുക, വായിൽ തോന്നുന്നത് പറയുക എന്നുള്ളതൊക്കെ എത്രത്തോളം നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ ഇതിൽ പലരും കരുതുന്നത് ഇവർ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഇത് കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് പലരുടെയും ഒരു പെരുമാറ്റം. ഒന്നാമത്തെ കാര്യം, അതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അത് പോട്ടെ, അതിന് ദിലീപ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കിയത്. ഇനി പരാതിക്കാരിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോർട്ടിനെ സമീപിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അതൊന്നും അല്ല. കുറേ പേര് മാനവീയം വിധിയിൽ എന്തോ ഐക്യദാർഢ്യം നടത്തുന്നു, കുറേ പേര് വായിൽ തോന്നുന്നത് പറയുകയാണ്. സത്യത്തിൽ ഞാൻ ആ മാനവീയ വീതിയിലെ പരിപാടിയാണ് ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിച്ചതിൽ. അതും കേരളത്തിലെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ നേതൃത്വത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ ഒരു പരിപാടി. അതിലെനിക്ക് അത്ഭുതമില്ല, കാരണം എവിടെ കന്നം തിരിവുണ്ടോ അവിടെ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ എങ്കിലും അതല്ലല്ലോ അത്. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ന്യായീകരിക്കാം, ഞാനത് ഇരകൾക്കൊപ്പമാണ്, ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ അതിജീവിക്കൊപ്പമാണെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, ഈ ജുഡീഷ്യറിയെ വിമർശിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ന്യായീകരിക്കാം. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒരു വിഷയം തന്നെയാണ് അങ്ങനെ ഒരു സംഗമത്തിന് ആ മാനവീയ നീതി കാരണമായത്. അത് ഒരു കാരണവശാലും ഇപ്പോൾ ഈ വിധിയിൽ കുഴപ്പമുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. കാരണം 12-ാം തീയതി മാത്രമേ വിധിന്യായം പുറത്തു വരുള്ളൂ. ആ വിധിന്യായം പുറത്തു വന്നാൽ മാത്രമേ അതിനകത്ത് എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് ജഡ്ജിയുടെ ഒരു വശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു വിധി കണ്ടതുകൊണ്ട് മാത്രം ജഡ്ജിയെ ഇങ്ങനെ അപമാനിക്കുക, അതും ഒരു വനിതാ ജഡ്ജി. ഈ വനിതകൾക്കൊപ്പമാണ്, വനിത എന്നൊക്കെ പറയുമ്പോഴും ഈ ജഡ്ജിയായിരുന്നല്ലോ അവർ വനിതയാണല്ലോ, അവരും വനിതയാണല്ലോ, സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്ക് ഞങ്ങൾ എല്ലാ കൊടുക്കുമ്പോൾ ജഡ്ജിക്ക് മാത്രം സ്ത്രീത്വം ഇല്ലയോ, അല്ലെങ്കിൽ ആ ജഡ്ജി സ്ത്രീ അല്ലേ എന്നുള്ളത്. അതിൻ്റെ ഒരു കാര്യം എന്തെന്നറിയാമോ, അതിലിവിടെ ഒരു സ്ഥാപിത താല്പര്യക്കാരുണ്ട്. അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അവർ ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആ ഫണ്ടിന് കുറേ സാംസ്കാരിക നായകരെന്ന് പറയാൻ പറ്റില്ല, നായ്ക്കൾ ഉണ്ടാകും, കുറേ മാധ്യമ പരീക്ഷകളും ഉണ്ടാകും. ഇവരാണ് ഈ ഒരു വിഷയത്തിനെ എങ്ങനെ വളച്ചൊടിക്കണം, അതെങ്ങനെ നിരപരാധിയെ അപരാധിയാക്കണോ, അപരാധിയെ നിരപരാധിയാക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും വിധി പ്രസ്താവിക്കുന്നതും ഒക്കെ ഇവർ ഇതുപോലെയുള്ളവരാണ്. ഈ ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തിൽ കുറച്ച് ശാപങ്ങളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാപം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലും ഈ മൊട്ട അരുണും ആ റോഷിവാലും ആ മരമുറിക്കള്ളൻ ആൻഡോയുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മരം കൊള്ളക്കാരനാണ്. അവൻ വന്നിരുന്ന് വിധിക്കുന്നത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ചെപ്പക്കിട്ട് അടിക്കാൻ തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പം നമ്മൾ എല്ലാവരും ക്ലീൻ അല്ല, പക്ഷേ ഇവൻ എവിടുന്ന ഈ പൈസ? ഇവൻ മരം മുറിച്ച് വിറ്റ കേസിലെ പ്രതിയാണെന്നും ഇവനും ഒരു ചേട്ടന്മാരും കൂടെ ചെന്നിട്ട് മറ്റുള്ള പോലീസിന്റെ ബസ്സിന്റെ അടിയിൽ കിടന്ന് ഞങ്ങൾ വിളിച്ചു പറയും പറഞ്ഞ് കരഞ്ഞ് കാറി കൂവി ജയിലിലേക്ക് പോയതൊക്കെ നമുക്കറിയാം. എന്നിട്ട് അവൻ പാൻറ്റ് വിട്ട് ഇൻഷർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ മോട്ടിച്ച പൈസ കൊണ്ടാണ് വാങ്ങിയെന്നും അറിയാം. ഇത് കൊണ്ടുവന്നിട്ട് അതിനും ഈ മുട്ട അരുണിനെ പോലെയുള്ള കുറേ അവൻ ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ വീട്ടിലെ മുകളിൽ ഡ്രോൺ പറത്തിയിരിക്കുന്നു. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിജീവിതയുടെ പിന്നെ ഈ ഒരു ദൃശ്യങ്ങൾ പകർത്താമെങ്കിൽ അങ്ങനെ മറ്റേ അതിജീവിതയെക്കുറിച്ച് പറഞ്ഞിട്ടെങ്കിലും അവൻ പറയുന്നത് വെച്ചാൽ സൗകര്യമില്ല എന്നുള്ളതാണ്. ഇവൻ്റെ കിടപ്പറയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആരെങ്കിലും വിളി ക്യാമറ വെച്ചിട്ട് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ സൗകര്യമില്ല, ഞങ്ങളിത് വെളി കാണിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇവനെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവൻ്റെ അടിച്ച് മറ്റേ തല പൊട്ടിക്കണം. സത്യം എന്താ വെച്ചാൽ ഇത്രയ്ക്കും വൃത്തികെട്ട ചേട്ടാ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചു വന്നതല്ല. ഈ പരമനാറി ഇവൻ ഡോക്ടർ എന്നാണ് പറയുന്നത്. മുട്ടിൽ മരമുറി കേസ് നടന്നപ്പോൾ 24 ചാനലിൽ നിന്ന് ഇവ ഒരു കൈലിയൊക്കെ കൊടുത്ത് ഒരു ഗ്രാഫിക്സിൽ ഒരു ലോറി വീരപ്പൻ എന്ന് എഴുതിയ ഒരു ലോറിയിൽ ഒരു തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇവൻ ഇങ്ങോട്ട് ചാടി ഇറങ്ങുന്നു, അതിൽ കയറുന്നു, പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. അവൻ ഇന്നിപ്പോൾ അതേ മരം കള്ളന് വേണ്ടിയാണ് ഇവൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇവന് എത്രത്തോളം ധാർമ്മികതയുണ്ട്. ഇനി നാളെ ദിലീപ് പറയാണ്, അരുണേ നിനക്ക് ഇപ്പം അവിടെ തരുന്നേക്കാൾ ഒരു 500 രൂപ കൂടുതൽ തരാം, എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഒന്ന് കോരണം, നീ വരുമോ? പിന്നെന്താ ദിലീപ്, ഞാൻ വരാം. നാളെ ചെന്ന് ദിലീപിനെ വേണമെങ്കിൽ അവിടെ ചെന്ന് അച്ചാന്ന് വിളിക്കുവൻ. മനസ്സിലായില്ലേ? അതായത് ഇത് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. നമ്മളത് ജേർണലിസം പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പല മാഗസിൻസുകളും വായിച്ചും പല പഴയ ഈ MR ഗോപകുമാറിനെ പോലെയുള്ള ആൾക്കാരുടെ അവരുടെ കണ്ണാടി പോലെയുള്ള പരിപാടികൾ കണ്ടും ജോണി ലൂക്കസ് അതുപോലുള്ള ഒരു ഇൻ്റർവ്യൂസ് കണ്ടും ഒക്കെയാണ് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വന്നത് തന്നെ. പക്ഷേ ഇവനൊക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ വേറെ പലതും ചെയ്യുകയും ചെയ്യുന്ന ഇവനെ പോലെയുള്ളവന്മാരൊക്കെ എന്താണ് പറയേണ്ടതെന്നുള്ളതാണ്. അല്ല, അത് നമ്മളൊരു വ്യക്തിപരമായ അധിക്ഷേപമാണ്. അത് അല്ല, വ്യക്തിപരമായിട്ടല്ല. ഇവന് മറ്റുള്ളവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാമെങ്കിൽ ഇവനെ പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അതൊക്കെ ശരിയാ. അത് അവിടെ ഇരുന്നോട്ടെ, അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്നാണ്. കൃത്യമായിട്ടും ജനങ്ങൾ ആ ചാനലിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ വിലയിരുത്തൽ പൊതുരംഗത്ത്, പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ വീടുകളിൽ ആ ചാനൽ ഇടുമ്പോൾ പലരും എന്തിനാ ആ ചാനൽ വേറെ ഇടണം? ആൾക്കാർ അതിനെ അങ്ങനെയാണ് കാണുന്നത്, ആ ലെവലിലാണ് കാണുന്നത്. അല്ല, അവര് റേറ്റിംഗിൽ തന്നെ അവർ കൃത്രിമം കാണിച്ചെന്നും 100 കോടി രൂപ കൊടുത്തെന്നും ഒക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. അതിനുശേഷം വീണ്ടും യൗമർ ഈ കള്ള വാർത്തകൾ ചമയ്ക്കുന്നത് കൊണ്ടാണ് ഈ ആൾക്കാർക്ക് എപ്പോഴും മലയാളികൾക്ക് വേണ്ടുന്നതാണ് അവിഹിതം. ഇവിടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു, സ്വർണത്തിന് വില കൂടി, പിന്നെ ഭക്ഷ്യക്ഷാമം, ഇതൊന്നും അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി, അഴിമതി, ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ച വിഷയമല്ല. പക്ഷേ ഓമനെ കുളിക്കുന്നിടത്ത് പീതാംബരൻ ഒളിഞ്ഞു നോക്കി. ഇത് ഒരെണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓമനെ കുളിസിനെ എന്താണെന്ന് പീതാംബരം കണ്ടതെന്നുള്ളത് നോക്കാനാണ് ആളുകളോട്. ഉടനെ മറ്റേ മിൽക്ക് പാലും മറ്റേ മിൽമ പാലും ഒക്കെ കൂടെ അവിടെ ചെല്ലും, മൈക്ക് കൊണ്ട് ചെല്ലും. അത് ഓമനെ അവിടെ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പീതാംബരൻ അവിടെ ചെന്നത്. ഒരു ഓലമടൽ ചാരി വെച്ചിട്ട് അതിൽ ചാരി എന്ന് പീതാംബരനകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓമനയുടെ ഭർത്താവ് തങ്കപ്പൻ വരുന്നത്. തങ്കപ്പൻ ഇവനൊക്കെ അങ്ങ് തീരുമാനിക്കുന്നത് ഒറ്റ അടിച്ചു കൊടുക്കുകയാണ് തോന്നുന്നു ഇവനെയൊക്കെ. അങ്ങനെ നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരോ തരത്തിലുള്ളതാണ്. പക്ഷേ ഈ ജലീബിന്റെ വിഷയം വന്നപ്പോൾ ഈ കോടതിയെ അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് പക്വതയോടുകൂടി രൺജി പണിക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു. ഇവർ തീരുമാനിച്ച ഒരു അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ മാനവീയം വീതിയിൽ എന്തുകൊണ്ട് ഈ മാനവീയം വീതിയിൽ 2 പെൺകുട്ടികളാണല്ലോ വേടൻ സാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്നത്. അന്ന് ഇവരുടെയൊക്കെ വായിൽ പഴമായിരുന്നു. ഇവരൊക്കെ വന്നിട്ട് ഇവരെന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയോ? ഇവരാരെങ്കിലും ഒരു കുറിപ്പെഴുതിയോ സമൂഹ മാധ്യമത്തിൽ? ഇന്നലെ വന്നവരാരെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം വേടൻ എന്നിട്ട് എന്ത് ചെയ്തു? ചലച്ചിത്ര അവാർഡ് കൊടുത്തു, മന്ത്രിമാരോടൊപ്പം വേദി പങ്കിടാനുള്ള അവസരം കൊടുത്തു, സർക്കാരിൻ്റെ പരിപാടിയിൽ അതിഥിയായി, അവൻ്റെ യാത്രാ വിലക്ക് ഇളവ് ചെയ്തു. മുകേഷിനും ഇതൊന്നും ബാധകമല്ല, മുകേഷിനും മറ്റുള്ളവർക്കൊന്നും ഇത് ബാധകമല്ല. പക്ഷേ ഈ വേടന് ഒരു അവാർഡ് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ പീഡകന് പരാതി കയ്യിലിരിക്കുമ്പോൾ, ഒരു വലിയൊരു സ്ത്രീ പീഡകൻ്റെ പരാതി, അയാൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ അധിക്ഷേപിച്ചു, എന്നോട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, എന്നെ അശ്ലീലമായിട്ട് പലതരത്തിൽ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു സെക്രട്ടേറിയറ്റ് ജീവനക്കാരി പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് 2 വർഷം അല്ലല്ല സെക്രട്ടറി ജീവനക്കാരി പരാതി കൊടുത്തു. ഒരു IAS ഉദ്യോഗസ്ഥനെതിരായിട്ട്, ഒരു വലിയൊരു സീനിയർ IAS ഉദ്യോഗസ്ഥന് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തിട്ട് ആ പരാതി അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്നു. ഈ IAS ഉദ്യോഗസ്ഥനെതിരായിട്ട് മറ്റൊരു സംസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ കേസുണ്ട്. അപ്പോൾ അങ്ങനെ ആ കേസ് നിലനിൽക്കുമ്പോൾ ആ പരാതിയും ഈ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയിലുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ IAS ഉദ്യോഗസ്ഥൻ്റെ ഒരു മുൻ ഭാര്യ ഇദ്ദേഹം ലൈംഗിക ഭയങ്കരത കാരണമാണെന്നും കുട്ടികളെ പോലും ലൈംഗികത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കയ്യിൽ വെച്ചിട്ടാണ് ഈ മുഖ്യമന്ത്രി ഈ ചീഫ് സെക്രട്ടറി അതാണ് യോഗ്യത. ഇത് വേടന് ഒരു അവാർഡ് കൊടുത്തതല്ലേ ഉള്ളൂ, ഒരു സിനിമയിൽ അവാർഡ് കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറയാൻ ഞാനല്ല ശശിക്ക്
പൊളിറ്റിക്കൽ അതെ സെക്രട്ടറി. അതെ അതാണ് ഞാൻ പറയാൻ പോയത്. അപ്പം അവിടെ മുഖ്യമന്ത്രി ന്യായീകരണം പറയാം, നമ്മളല്ല അതൊരു ജൂറി കമ്മിറ്റിയാണ്, എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറയാം. ഇതങ്ങനെയല്ല. ചേട്ടൻ മനസ്സിലാക്കേണ്ട തെറ്റാണ്. എന്താണ് ചേട്ടൻ ആർക്കാണ് പരാതി കൊടുത്തത്? ആർക്കാണ് പരാതി കൊടുത്തത്? ഈ മുഖ്യമന്ത്രി. അതായത് കിട്ടുന്ന സാധനങ്ങൾ മുക്കുക, അത് സ്വർണ്ണമായാലും പരാതി ആയാലും എല്ലാം മുക്കുക, അതാണ് മുഖ്യമന്ത്രി. മറ്റത് വേടന് പിന്നെ അവാർഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കണക്കിന് പറയാൻ പറ്റുന്ന മുഖ്യമന്ത്രിക്ക് അതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ല, കാരണം അതൊരു ജൂറിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതങ്ങനെയല്ല. സ്വന്തം കയ്യിൽ ഒരു പരാതി കിട്ടിയിട്ട്, സ്വന്തം സെക്രട്ടേറിയറ്റിനകത്തുള്ളൊരു ജീവനക്കാർ പരാതി നൽകിയിട്ട്, ആ പരാതിയെക്കുറിച്ച് വീണ്ടും ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് പല പരാതി വന്നു. ജീവനക്കാർ തന്നെ പറഞ്ഞു അത് പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ചീഫ് സെക്രട്ടറി ആക്കാനുള്ള ഒരു നീക്കം നടന്നപ്പോൾ ജീവനക്കാർ, അതും CPM അനുഭാവികളായ ജീവനക്കാർ അവിടെ ചെന്ന് പറഞ്ഞു അങ്ങനെ അയാൾക്ക് കൊടുക്കരുത്, ഇത്തരം പരാതി കിടക്കുന്നതാണ്, ഇത് വലിയ വിഷയമാവുമെന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണമല്ലോ ഈ ഗവൺമെന്റിന്റെ ഇദ്ദേഹത്തിന്റെ ഈ മുഖ്യമന്ത്രി, നിങ്ങൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്കാരുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു വനിതാ ജഡ്ജിക്കെതിരെ അധിക്ഷേപ പ്രയോഗം നടക്കുന്നതിൽ എന്താണ് അത്ഭുതം? അത്ഭുതമൊന്നുമില്ല. ഞാൻ പറയുന്നത് വനിതാ ജഡ്ജിക്കെതിരെ നടക്കുന്നത് മാത്രമല്ല. ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ മനുഷ്യർക്കും, ഒരു കുറ്റവാളികൾക്ക് പോലും മാനുഷിക മൂല്യങ്ങൾ, എന്താണ് മനുഷ്യാവകാശവും ഒക്കെയുള്ള ഒരു നാടാണ് നമ്മുടേത്. നമുക്കറിയാം, ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പോലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇഴകേറി പരിശോധിച്ചതിന് ശേഷമാണ് വധശിക്ഷ വിധിക്കുന്നത്. അതിനുശേഷം പിന്നെയുണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ്, അതായത് രാഷ്ട്രപതിയുടെ ദയാഹർജി, സുപ്രീം കോടതി, അങ്ങനെ വീണ്ടും ഓരോ ഇതുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇവരങ്ങ് അധിക്ഷേപിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുത്തൻ സമൂഹത്തിൽ ഒരുവിധം മാന്യമായിട്ട് ജീവിക്കുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം അവനിത് ചെയ്യുന്നു, അവനത് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇവർ പറയില്ല. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവന്മാരെ കയ്യിരിക്കണത് കൊട്ടുകൊള്ളുമെന്ന് പേടിച്ചിട്ട് പറയില്ല. പിന്നെ കൂടുതൽ പീഡകരും കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടും ഒരു ഇതാണ്. പിന്നെ കുറച്ചെങ്കിലും അവർ പറയും ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതിജീവിതയോടൊപ്പം. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ഞാൻ പറയുന്നത്, ഇയാളുടെ ഈ ഒരു ദിലീപിന്റെ 2017 മുതൽ 2025 വരെയുള്ള 8 വർഷത്തെ അയാളുടെ ഒരു കരിയർ, അയാൾ കുറ്റവാളി ആയിക്കോട്ടെ, ശരി, ആ അതിനാണല്ലോ ഇവിടെ കോടതി വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഭാഗ്യലക്ഷ്മിയെയും മറ്റേ TB മിനിയെയും ആലപ്പി അഷ്റഫിനെയും മറ്റേ അരുൺകുമാറിനെയൊക്കെ ജഡ്ജിയായിട്ട് വെച്ചാൽ പോലെ. ഒരു പാനൽ, ഒരു 4-5 പേര്, ഈ ഭാഗ്യലക്ഷ്മി അധ്യക്ഷയായിട്ടുള്ളൊരു 4-5 പേരോട് അടങ്ങിയ ഒരു പാനൽ വെച്ചിട്ട് ദിലീപിനെയും ഈ അതിജീവിതയുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കേസ് അവരുടെ മുമ്പിൽ വിചാരണ ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ട വിധി. ഇവിടെ കോടതികളുടെ ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് അതാണ്. കാരണം ഭാഗ്യലക്ഷ്മിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ ഒരു കപടയായ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഈ പിന്നെ ചാനലുകളിൽ വന്നിരുന്ന് ഘോരം ദിലീപിനെതിരെ പറഞ്ഞ സ്ത്രീയാണ്. അവരാണ് ഇത് ദിലീപിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ദിലീപ് അഭിനയിച്ച രാമലീല എന്ന സിനിമയിൽ നായകൻ്റെ അമ്മയായിട്ട് അമ്മയുടെ കഥാപാത്രത്തിന് ഡബ് ചെയ്ത് പൈസ വെച്ചത്. ഇവരൊരു അന്തസ്സുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇവർക്കത് പറയേണ്ടായിരുന്നോ ഞാനിത് ചെയ്യില്ല എന്ന്? എന്നിട്ട് ഇപ്പോൾ FK നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇനി അവർ പറയാൻ പോണത് കൂടി ഞാൻ പറയാം. അതായത് ദിലീപിൻ്റെ ഒരു പടവും വിജയിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് കൂടി ഞാൻ പറയാം. ഇനി ദിലീപിൻ്റെ അവസരങ്ങൾ മുടക്കി. ഇനിയിപ്പോൾ നിരന്തരം ഇനി ഇതായിരിക്കും. ദിലീപ് എൻ്റെ അവസരങ്ങൾ മുടക്കി. ദിലീപ് ഏതെങ്കിലും ഒരു ഇതിൽ അവസരം കിട്ടിയില്ലെങ്കിൽ പറയും ദിലീപ് എൻ്റെ അവസരങ്ങൾ മുടക്കി, ദിലീപ് എൻ്റെ അവസരങ്ങൾ മുടക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ കുറേ വയസ്സായ സ്ത്രീകളാണ് വന്നിട്ട് മാനവീയം വീതിയിൽ വന്നിട്ട് ഒരു അമ്മച്ചി വിളിച്ചു കൊടുക്കുന്നു. മറ്റുള്ളവർ പറയുന്നു മെഴുതിരിയും കൊളുത്തി പിടിച്ച് പോളിസ്റ്റർ സാരി എടുത്തുകൊണ്ട്. ഞാനത് ഒരു പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇത് ഒരു വീഡിയോ വന്നപ്പോൾ കമൻറ്റും ചെയ്തു. കാരണം ഈ പോളിസ്റ്റർ സാരി എടുത്തുകൊണ്ട് മെഴുതിരിയും കടിച്ച് പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഉരുകി പിടിക്കുന്നേ. ആവതുള്ളവർ പാടി രക്ഷപ്പെടും. ബാക്കിയുള്ളതൊക്കെ മറ്റേ പപ്പടം പോളും പോലെ അതും ദിലീപ് കാണണമെന്ന് പറഞ്ഞിട്ട് അടുത്ത് ദിലീപിന്റെ മണ്ടേ കിട്ടിയേക്കില്ല. പക്ഷെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ അല്ല, അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ഇനി സാധ്യതകളുണ്ട്, ഇനി വഴികളുണ്ട്. മാത്രമല്ല പിന്നെ ജഡ്ജി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്നും അയാൾ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും ഈ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് വിധിന്യായം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. എന്തായാലും പ്രോസിക്യൂഷൻ വെച്ചാൽ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അയാൾ ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ജഡ്ജിയെ ഇങ്ങനെ അവമാനിക്കും. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ പറയുക, ഈ പൊട്ട കൊണാപ്പന്മാർക്ക് മനസ്സിലാത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത് സെഷൻസ് കോടതിയാണ്. ഈ ഒരു കോടതി വിധി വന്നു. ഈ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഇനി അപ്പീൽ ഹൈക്കോടതി
കോടതി പോവാം, സുപ്രീം കോടതി പോവാം. അതായത് ഇത് രാജ്യം ശ്രദ്ധിച്ച ഒരു കേസാണ്. ഒരുപാട് നിയമവിദഗ്ധരും മാധ്യമങ്ങളും അടക്കം ഇടപെട്ടൊരു കേസാണ്. അങ്ങനെയുള്ളൊരു കേസ് വരുമ്പം ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവുണ്ടായാൽ പോലും അടുത്ത മേൽക്കോടതിയിൽ സമീപിക്കുമ്പോൾ എതിരായിട്ടാണ് വിധി വരുന്നതെങ്കിൽ അത് ഈ ജഡ്ജിയുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കാം, അവരുടെ വ്യക്തി ജീവിതത്തെ അത് ബാധിക്കാം. അതുകൊണ്ട് ഒരിക്കലും അവരത് ചെയ്യുമെന്ന് അതുപോലും അവർക്ക് ചിന്തിക്കാനുള്ളതല്ല. എന്നിട്ട് വേറൊരു വേട്ടാവളിയൻ, അവൻ ഈ വായി നോക്കിയാണ്ട് പിന്നെ ഈ വിധി കേൾക്കാനും ദിലീപിനെ കാണാൻ എന്താണെന്ന് തോന്നുന്നു. ആ വിധി പറഞ്ഞ ദിവസം ഈ 8-ാം തീയതി കോടതിയിൽ വന്നു. കോടതിയിൽ വന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ് ദിലീപിനെ കണ്ട ഉടനെ ജഡ്ജി എണീറ്റ് നിന്ന് ഇവന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു കോടതിയിൽ, ഇനിയിപ്പോ ഇന്ത്യ ഏതെങ്കിലും ഒരു കോടതിയിൽ പ്രതി അല്ലെങ്കിൽ എത്ര വിശിഷ്ട വ്യക്തികളോ ആവട്ടെ വരുമ്പോ ജഡ്ജി എണീറ്റ് നിൽക്കൂ. ഈ മണ്ടൻ ഗുണാപ്പൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇവൻ എവിടെ നിന്ന് എണീറ്റ് വന്ന ഒരുത്തനാണോ സംഭവിച്ചു കഴിഞ്ഞാൽ കോടതി ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ എത്രയോ തവണ കോടതി കയറി ഇറങ്ങിയ ഒരാളാണ്. അപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയെന്നോ വാദിയെന്നോ അഭിഭാഷകരെന്നോ പോലീസ് ഉദ്യോഗസ്ഥരെന്നൊന്നുമില്ല. ജഡ്ജി വന്നു കഴിഞ്ഞാൽ ജഡ്ജി ചേംബറിൽ നിന്ന് അവരുടെ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരെയും നോക്കി ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോ ഇങ്ങനെ വന്ന് തൊഴുതുകൊണ്ടിരിക്കുമ്പം മറ്റോ വിചാരിച്ചത് സത്യത്തിൽ അവനെ പിടിച്ചുകൊണ്ട് അകത്തിടേണ്ടതാണ്. പിന്നെ അതാണ് പറയുന്നത്. ഞാൻ എന്നിട്ട് തിരക്കിയപ്പോഴത്തേക്കും അറിഞ്ഞെന്ന് വെച്ചാല് ഈ 10:45 തന്നെ ദിലീപും എല്ലാവരും വന്നു. എല്ലാവരും വന്നു. 11 മണിക്ക് ജഡ്ജി വന്നു. തൊഴുതുകൊണ്ടു. ഈ വേട്ടാവളിയെ വിചാരിച്ചെന്നാണ് ദിലീപിനെ നോക്കി തൊഴുതുന്നു. സ്വാഭാവികമായിട്ടും ഈ ദിലീപ് ഒരു പ്രത്യേക പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തി എന്നുള്ളതുകൊണ്ട് കോടതി ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ കണ്ണറിയാതെ ചെന്ന് ദിലീപിൽ പതിഞ്ഞായിരിക്കും. അത് സ്വാഭാവികമാണ്. പ്രതിയാണോ രാജയാണെന്നല്ല, ഒരു പ്രമുഖ വ്യക്തിയുടെ ഒരു കേസാണ് ഇന്ന് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അവരെ കണ്ണറിയാതെ അതിൽ ചെന്ന് വീണിട്ടുണ്ടായിരിക്കും. അത് മനുഷ്യന്റെ പിന്നെ കുറെ പേര് ഒരു മാധ്യമം പറഞ്ഞതാണ് ദിലീപ് അങ്ങോട്ട് കയറി പോയപ്പോൾ ദിലീപ് വളരെ വിനയാന്വിതനായിട്ടാണ് പോയത്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ദിലീപിന്റെ ബോഡി ലാംഗ്വേജിൽ അത് പ്രകടമായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു മനുഷ്യന്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇവരൊക്കെ പറഞ്ഞത് എന്താണ്? അതായത് 8 വർഷം അങ്ങോട്ട് അയാൾ കയറി പോയത്, സ്വാഭാവികമായിട്ട് ഇതുപോലെ എന്തായിരിക്കും വിധി? നേരത്തെ ഇയാൾക്ക് വിധിയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ ഇയാൾ തുള്ളി കളിച്ചുകൊണ്ടല്ലേ കയറിപ്പോകുള്ളായിരുന്നു. ഇയാൾക്ക് വിധിയെക്കുറിച്ച് അറിയാം. എന്ത് ടെൻഷനാണ് ആ ടെൻഷനിൽ അന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പം നമ്മൾ തന്നെ ഇതുപോലെ ചെറിയ വാർത്താ സംബന്ധമായിട്ടുള്ള കേസിനൊക്കെ കോടതി പോകുമ്പോൾ നമ്മൾ തന്നെ ഇവിടെ നെഞ്ചിടിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരു പ്രസിദ്ധമായ ഒരു കേസിന് ദിലീപ് വിധി കേൾക്കാനായിട്ട് പോകുമ്പോൾ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ മുഖമൊക്കെ വിളറിയായിട്ട് പോകുള്ളൂ. പക്ഷെ തിരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചത് വെറുതെ വിട്ടു എന്നറിയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നീട് ഞാനാണെങ്കിൽ തള്ളക്കും കൂടെ വിളിച്ചത് ഈ മാധ്യമ പ്രവർത്തകരെ. അയാളായതുകൊണ്ട് അത്രേ പറഞ്ഞോളൂ. അയാളെടുത്ത് എന്നിട്ട് ഓരോന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ നിങ്ങൾ 9 വർഷം പറഞ്ഞതല്ലേ ഇനി നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അയാൾ കയറി പോയത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവനെയൊക്കെ മുഖത്തൊക്കെ തള്ളി വിളിച്ചിട്ടല്ലേ പോകുള്ളൂ. ഇതിനകത്ത് എപ്പോഴും ചോദിക്കണ്ട, ഇനി ഈ 12-ാം തീയതി വരെയെങ്കിലും ക്ഷമിക്കാൻ ഇവർക്കൊന്നും അറിഞ്ഞൂടാത്ത എന്തുകൊണ്ടാണ്? അതില് ഈ കോടതി വിധി രാജലക്ഷ്മി ഉൾപ്പെടെ ഉള്ളവർ 12-ാം തീയതി വരെയെങ്കിലും. ചേട്ടനൊരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഈ TV ചാനലിൽ ഇരുന്ന് ഘോരം ദിലീപിനെ എതിരെ അടിച്ചവരാണ് ഈ ഒരു പ്രകാശ് ബാരെ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടോന്ന് എപ്പോഴും. പിന്നെയുള്ളത് ഈ ഭാഗ്യലക്ഷ്മി, ആലപ്പി അഷ്റഫ്, ലിബർട്ടി ബഷീർ ഒക്കെ. ഇപ്പോൾ ദിലീപിനെ ഈ ഇതിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയപ്പോൾ തന്നെ ഈ പറയുന്ന എന്താണ് ഈ മറ്റേയാളെ ഞാൻ പറഞ്ഞ ആലപ്പി അഷ്റഫും പിന്നെ ലിബർട്ടി ബഷീറും പ്ലേറ്റ് മാറ്റി. ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിൻ്റെ പിന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ പറഞ്ഞു എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണ്, ആരോ പറഞ്ഞത് കേട്ട് അത് വിശ്വസിച്ചാണ് എന്ന് കരുതി ഇത്രയും പറഞ്ഞതിനെ തിരിച്ചെടുക്കാൻ പറ്റൂ? ഇത്രയും പറഞ്ഞതിന് ആലപ്പി അഷ്റഫിന് തിരിച്ചെടുക്കാൻ പറ്റൂ? സമാനമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ലിബർട്ടി ബഷീറും പറഞ്ഞത്. ലിബർട്ടി ബഷീറിനെ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ലിബർട്ടി ബഷീറിന് ദിലീപിനോടൊപ്പം എന്തോ ചെക്ക് കേസോ എന്തോ സാമ്പത്തികമായിട്ടുള്ള എന്തോ വൈരാഗ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എങ്കിൽ തന്നെ അത് ചെയ്യാൻ കഴിയുമോ? പിന്നെയുള്ളത് ആരാണ്? ബൈജു കുട്ടരക്കട. അത് പിന്നെ തലയ്ക്ക് ലൂസ് മൊത്തം പിരിയും പോയി കിടക്കണം. അതുകൊണ്ട് പിന്നെ അയാളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ അവരവരുടെ ഓരോരുത്തരുടെ വിലയിരുത്തൽ. ഞാൻ ചോദിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുമ്പോൾ ഈ മാധ്യമ പട്ടികളുണ്ടല്ലോ, നമ്മൾ ഈ പിന്നെ എച്ചിൽ കൂന ചായക്കടയുടെ ബാക്കിലെ പണ്ടത്തെ ചായക്കടയുടെ പുറകിൽ ഈ വീപ്പ വെച്ചിരിക്കും. വീപ്പയിൽ മറ്റേ ഇലയിലായിരുന്നല്ലോ കൊണ്ടു കൊടുക്കുന്നത്, ഈ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കൂവയിലോ വാഴയിലോ. അപ്പോൾ അത് കഴിച്ചിട്ട് എച്ചിൽ കൊണ്ടുവന്നിട്ട് അപ്പം ഈ പട്ടികളെല്ലാം കൂടെ വാലിങ്ങനെ ചുരുട്ടി ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വയ്ക്കും കാലിനിടയിലോട്ട്, എന്നിട്ട് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതുപോലെയാണ് ഈ മാധ്യമ പരീക്ഷകളിൽ പിണറായി വിജയൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിൻ്റെ ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ എന്താ ഇരിക്കുന്നത്? അതായത് തിരിച്ച് എതിരഭിപ്രായം പറയില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ സമൂഹം വിമർശിക്കും എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇവരൊക്കെ ചൊറിയാൻ പോവുള്ളൂ.
അല്ല അത് പൊതുവെ അങ്ങനെയാണല്ലോ. ഈ ശക്തന്റെ അടുത്ത് വലുതായിട്ട് ഏറ്റുമുട്ടാൻ പോകില്ലല്ലോ. അത് മാധ്യമങ്ങളും അങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു. ഇവരൊക്കെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഈ ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് ആരാണ്? ഞാൻ ചോദിച്ചോട്ടെ, ഗൂഢാലോചന ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇല്ലെങ്കിൽ പൾസർ സുനിക്ക് ചിലപ്പം ഉറക്കത്തിൽ കിടന്ന പൾസർ സുനിക്ക് ചുമ്മാ ചെന്ന് ഇത് ചെയ്യാൻ തോന്നില്ലല്ലോ. ഗൂഢാലോചന ഞാൻ ചോദിച്ചോട്ടെ, ആ ഗൂഢാലോചനയിൽ മറ്റു പലരെയും സംശയിക്കാമല്ലോ. ദിലീപുമായിട്ട് ബന്ധമുള്ള, ദിലീപിനോട് ശത്രുതയുള്ള, ദിലീപിനെ ഈ പിന്നെ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കണം. അന്നൊക്കെ ദിലീപിന്റെ കൈപ്പിടിയിലായിരുന്നു മലയാള സിനിമ തന്നെ. ദിലീപിനെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കണമെന്ന് കരുതുന്നവർക്കോ ദിലീപിന്റെ വ്യക്തി ജീവിതത്തിൽ ദിലീപിനോട് വൈരാഗ്യമുള്ളവർക്കോ ഇതായിക്കൂടെ? അവരെന്ത് ഗൂഢാലോചന പിന്നെ നടത്തിയാൽ ആവൂലേ? അവരുടെ കയ്യിൽ പൈസ ഇല്ലേ? എന്തായാലും ആരോ ഒരു ശക്തി ഉണ്ട് പിന്നിൽ എന്നുള്ളതാണ്. പൾസർ സുനിക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ആരോ ഉണ്ട്. അത് ദിലീപാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ, അതല്ല ഈ പറയും പോലെ ദിലീപിന്റെ ശത്രുക്കളാണോ, എന്തായാലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് കോടതി കണ്ടെത്തട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ പൾസർ സുനി സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അതിൽ വളരെ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അയാള് പലതവണ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഒരു തവണ കൊടുത്തു, അത് തള്ളി. മൂന്നാമത്തെ ദിവസം വീണ്ടും കൊടുത്തു, കോസ്റ്റ് അടിച്ചു കൊടുത്തു, പിഴ 25,000 രൂപ. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ എത്രയോ തവണ പോയി. ഒരു കേസുമായിട്ട് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ട് പോകുമ്പോൾ എത്ര ലക്ഷം രൂപ ആവും അറിയാലോ. അത് മാത്രമല്ല, ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയിൽ ചെന്നപ്പോൾ ഇയാളെ കൊണ്ടുവന്നു. വളരെ നല്ല സുന്ദരനായിട്ട് ഇരിക്കുകയാണ് കക്ഷി. അപ്പോൾ അതിനുശേഷമാണ് വാർത്തകൾ വന്നത്. പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ അയാൾ ധരിക്കുന്നത് 4,000 രൂപയുടെ ഡ്രസ്സും 7,000 രൂപയുടെ ചെരുപ്പും ഒക്കെയാണെന്ന്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പണം? ആരാണ് അയാൾക്ക് ഇത്രയും വില കൂടിയ ഡ്രസ്സും ചെരുപ്പും മാറ്റി കൊടുത്തത്? അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അയാൾ പല ആഡംബര വാഹനങ്ങളിലാണ് അയാൾ സഞ്ചരിച്ചിരുന്നത്. അയാൾ കോടതിയിൽ വിധി കേൾക്കാൻ എത്തിയത് പോലും ആഡംബര വാഹനത്തിലായിരുന്നു. അത് ആരുടേതാണ്? ആരാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്? എന്തായാലും ഇത്രയും രൂക്ഷമായി നിൽക്കുമ്പോൾ ദിലീപ് ചെയ്യില്ലല്ലോ. ദിലീപ് എന്തായിരുന്നാലും ഈ ഒരു അവസരത്തിൽ അവന് സാമ്പത്തിക സഹായം ചെയ്യില്ല. ഇനി മറ്റൊരു കാര്യം കൂടി, അതായത് ഇവര് കണ്ടീഷൻ ബെയിലായിരുന്നു. എറണാകുളം ജില്ല വിട്ടുപോകരുത്, മറ്റൊരു കേസിലും ഉൾപ്പെടരുത് എന്നുള്ളതൊക്കെ. ഈ പറയുന്ന, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ കണ്ടെത്തി ഇവന് അധികം, അതായത് ആഡംബര ജീവിതമാണ് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നയിക്കുന്നതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി. അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പത്രവാർത്തകൾ വന്നു, മാധ്യമങ്ങൾ വാർത്ത വന്നു. പിന്നീട് അത് എങ്ങും എത്തിയിട്ടില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ഏപ്രിലിൽ അവൻ എറണാകുളം രായമംഗലത്തെ ഒരു ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്ത ഭക്ഷണം ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കണ്ണാടി ചില്ലുകൾ അടിച്ചു പൊട്ടിക്കുകയും ഈ ജീവനക്കാരെ തെറിവിളിക്കുകയും ഒക്കെ ചെയ്തു. അതും പോലീസ് കേസെടുത്തിട്ട് ഇവരെ ജാമ്യം റദ്ദാക്കാനായിട്ട് കോടതി സമീപിക്കുന്നു പറഞ്ഞിട്ട് വാർത്ത വന്നതല്ലാതെ ഏപ്രിൽ കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മാസമായി ഒന്നും ചെയ്തിട്ടില്ല പോലീസ്. അപ്പം ഇതിന്റെ പിന്നിൽ ദിലീപാണോ? അല്ല. ഇതിന് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് വന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് വന്ന സമയത്ത് ദിലീപ് എറണാകുളത്ത് അതേ വീട്ടിലില്ലായിരുന്നു, പുറത്തെവിടെയോ പോയ സമയത്താണ്, ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്, അന്വേഷണ സംഘം അവിടെ എത്തുന്നു. അവിടെ സ്വാഭാവികമായിട്ടും ദിലീപിനെ ഒന്ന് ഫോൺ ചെയ്താൽ ദിലീപ് അവിടെ ഹാജരാകുമെന്നിരിക്കും. അവിടെ എത്തുന്നു. അത് അല്ലെങ്കിൽ അവിടെ വീട്ടിൽ ചെന്നിട്ട് മതിൽ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് തുറക്കും. പക്ഷേ ഇതല്ല, ആ മതിൽ ചാടിക്കിടക്കുകയാണ്. ഇനി ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ഈ ചാനൽ OB വാൻ എല്ലാം അവിടെയുണ്ട്. എല്ലാ ചാനലുകളുടെയും OB വാൻ ഉണ്ട്. OB വാൻ അവിടെ വന്ന് ഈ ഇതിൻ്റെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി അത് ടെലികാസ്റ്റിങ്ങിന്, ലൈവ് ടെലികാസ്റ്റിങ്ങിന് എത്ര സമയം എടുക്കുമെന്ന് അറിയാമല്ലോ. എങ്ങനെയാണ് അന്വേഷണ സംഘം ദിലീപിൻ്റെ വീട്ടിലെത്തിയതെന്ന് ഇവരറിഞ്ഞത്? അങ്ങനെ ഒരു തവണയല്ലേ, പല തവണ. അതൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ചാനലും ചാനലുമായിട്ടും പോലീസുകാരായിട്ടും ഒക്കെ ബന്ധമുള്ള അത് സ്വാഭാവികം സംഭവിക്കും. ഒരു കാര്യം എന്തായാലും നമ്മളിങ്ങനെ കുറ്റം പറയണ്ട. ദിലീപിനെ കൂടുതൽ ഇങ്ങനെ പിന്നെ ശരിയുടെ പക്ഷം നിർത്താൻ ഞാൻ എന്തായാലും ഇല്ല. കാരണം ദിലീപ് ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാൾ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. കോടതി വരട്ടെ. കോടതിയിൽ ഇപ്പം ഒരു താൽക്കാലിക ഒരു സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി മാറ്റിയതേ ഉള്ളൂ. അയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടില്ല. കുറ്റവിമുക്തനായിട്ട് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുള്ളൂ. ഇനി വിധിന്യായം വരുമ്പോൾ അറിയാം. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ, ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്. അത് ദിലീപ് ആണെന്ന് പറയാൻ ഞാൻ ആരുമല്ല, ദിലീപ് അല്ല എന്ന് പറയാനും ഞാൻ ആളല്ല. കാരണം അത് അങ്ങനെയാണ് അവസ്ഥ. ദിലീപ് വരട്ടെ. ഇത് നമ്മുടെ നിയമത്തിന്റെ, നമ്മുടെ അന്വേഷണം. ദിലീപ് ആണെന്നോ അല്ലെന്നോ ഞാനും ഇപ്പൊ പറയുന്നില്ല. ഞാൻ അന്നും പറഞ്ഞത്, ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു, നമ്മുടെ രണ്ടുപേരും മറ്റു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്, ദിലീപ് കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല. അതിനിവിടെ കോടതിയുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് മാത്രമാണ് ഞാനെന്ന് പറഞ്ഞത്. ഇപ്പോഴും പറയുന്നത് കോടതിയിൽ ജഡ്ജി മണ്ടന്മാരല്ലല്ലോ അവിടെ ഇരിക്കുന്നവര്. അവര് കൃത്യമായിട്ട് നോക്കി അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം അവര്
ചെയ്ത് ഇനി വിധിന്യായം വരുമ്പോൾ മാത്രമേ കൂടുതൽ പറയാൻ പറ്റൂ. പക്ഷേ ഇത്തരം കാര്യം ചില വിഷയങ്ങളിൽ മാത്രം വേടനെതിരെ ഇത് വന്നപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യാൻ എന്തുമാത്രം ആളുണ്ടായിരുന്നു. എന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലില്ല. ഇവരൊക്കെ ചിന്തിക്കുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അതായത് വീണ് കിടക്കുന്നവരെ ചവിട്ടാൻ ഇവർക്ക് ഭയങ്കര രസമാണ് മലയാളി. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വന്നാലും അതിജീവിതയോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും അതിജീവിതമാരോടൊപ്പം ഉള്ളത് അത് ശരി സമ്മതിച്ചു. എല്ലാവരും അതിജീവിതമാണെന്ന് പറയുന്നില്ല. പക്ഷെ ചിലരുടെയൊക്കെ ഒരു വർത്തമാനങ്ങളും അവരുടെയൊക്കെ എല്ലാം നമ്മൾ കണ്ടതാണ്. അവരുടെ ഒരു ചാനലിന് മുമ്പുള്ള ഒരു പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. അവരോടൊപ്പം നിൽക്കണം അതിജീവിത. കോടതി ഈ സ്ത്രീകൾക്കുള്ള അധികം നിയമ പരിരക്ഷ എടുത്ത് ദൂരെ എറിഞ്ഞാൽ മാത്രം മതി. ഒരു പ്രശ്നമില്ല. ഇത്തരം പരാതികളെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഇതല്ല ഈ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ഇതുമായിട്ടുള്ള ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം നിൽക്കണം. ശരി, അതിനുള്ള അവർക്ക് സംവരണമുണ്ട്, തെരഞ്ഞെടുപ്പിൽ സംവരണമുണ്ട്, ജോലിക്ക് സംവരണമുണ്ട്, എല്ലാ തരത്തിലും അവർക്ക് സംവരണമുണ്ട്, പരിഗണനയുണ്ട്, എല്ലാത്തിലും. അതായത് എത്രയോ കേസുകളിൽ പറഞ്ഞു സ്ത്രീ ആയതുകൊണ്ട് ഇത്ര സ്ത്രീ ആണെന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് അവരിത്ര ഈ പുരുഷൻ എന്താണ് രണ്ടാം കെട്ടിലുള്ളതാണോ പുരുഷൻ? അല്ല, അവിടെയാണ് ഈ പ്രശ്നം. അത് നമ്മുടെ രണ്ടായിട്ട് കാണുന്നതിന്റെ ഒരു അവിടെയാണ് പറഞ്ഞത്. ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പുരുഷ ലിംഗവിവേചനം എടുത്തു കളയുക. അതുപോലെ SC ST വിഭാഗത്തിലുള്ള അങ്ങനെയുള്ള സംവരണങ്ങൾ, ജാതി സംവരണമേ എടുത്തു കളയുക. സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ഈ ഞാൻ ചോദിച്ചോട്ടെ, ഈ ജാതി പറഞ്ഞുള്ള അധിക്ഷേപം അങ്ങനെയുള്ള SC ST അട്രോസിറ്റീസ് ആക്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ഈ സംവരണമൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇത്തരം കേസുകളെ ഉണ്ടാവില്ല. ആരും കേസ് കൊടുക്കില്ല. എത്ര കേസുകളിലാണ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ളതിന്റെ എത്ര കേസുകളിലാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ചേട്ടൻ അറിയുമോ? കൂടുതൽ കേസുകളിലും ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തത്. എന്തിനാണ് തീർപ്പാക്കുന്നത്? അതുപോലെ അതിനെക്കുറിച്ച് പറയണ്ട. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ആണ് നമുക്ക് ഇത് സ്വന്തമായിട്ട് വരുമ്പോൾ മാത്രമേ ഇത് ഓരോരുത്തർ പഠിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാനിപ്പോൾ എന്തായിരുന്നാലും ദിലീപിനോടൊപ്പം തന്നെയാണ്. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ധരിച്ചാലും നമുക്കിപ്പോൾ ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു നിലപാടുണ്ട്, നമുക്കൊരു നിലപാടുണ്ട്. അതിനിപ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടിയാലും അതിലേ നിൽക്കുള്ളൂ. അത് നമ്മുടെ ബോധ്യത്തിലാണ്. അല്ലാതെ അയാളുടെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അയാൾ വലിയ മറ്റവനാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അത് നമ്മുടെ ബോധ്യത്തിലാണ്. ഈ പലരും പറയുന്ന മൊഴികളുടെയും മറ്റും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ തന്നെ നിൽക്കും.